Good morning to all. Welcome back to ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ ചർച്ച ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ മാൻ പവറിൻ്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ അതിൻ്റെ ഇതോ ഇല്ലാത്ത രീതിയിൽ, നമ്മളത് ഒരിക്കലും കുറയാത്ത രീതിയിൽ അല്ലെങ്കിൽ സർപ്ലസ് കൂടുതൽ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എടുക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ശരിക്കും എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലോങ് ടേമും ഷോർട്ട് ടേമൊക്കെ നമ്മൾ മുന്നേ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഓരോ ടൈപ്സുകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ നടത്താൻ പോകുന്ന സമയത്തുള്ള അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ നോക്കേണ്ടി വരും. എന്തെല്ലാം വേണം അല്ലെങ്കിൽ എന്തെല്ലാം ആവശ്യമില്ല, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി മുന്നിൽ കാണേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് മാൻ പവർ പ്ലാനിങ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിന് പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് പറയുന്നത് പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ്. 5 പോയിന്റ് എന്നാൽ ഫസ്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി, ദെൻ സെക്കൻഡ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്, ദെൻ തേർഡ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്, ദെൻ ഫോർത്ത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ് ആൻഡ് ലാസ്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അങ്ങനെ ടോട്ടലി 5 സ്റ്റെപ്സുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ആ ഒരു ഭാഗം നമുക്ക് നോക്കാം. ഇതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഇൻവെൻട്രി തന്നെ എന്താ, നമ്മളെ സ്റ്റോക്ക് എടുപ്പ് നടത്തുക അല്ലെങ്കിൽ നമ്മളെന്താണ് നിലവിൽ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ ഓർഗനൈസേഷനിലുള്ള ആളുകളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ അവിടുത്തെ ആ നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എന്ത് ചെയ്യുക, ഒരു അവിടുത്തെ മാൻ പവറിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോക്ക് എടുക്കുക എന്ന് പറയില്ല. അപ്പോൾ നമ്മളെ ഷോപ്പിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ഓരോ ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് എടുത്തുകൊണ്ട് അത് ക്ലിയർ ആക്കൂലേ. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നോർമലി നമുക്ക് എത്ര എന്തൊക്കെ ഇതിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാൻ പവറിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കണം ഇവിടെ പറയുന്നത്. ഇവിടെ മാൻ പവർ ഇൻവെൻട്രി റെഫേഴ്സ് ടു ദി അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പറേഷൻ ഇൻവോൾവ്സ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വെച്ചാൽ മാൻ പവർ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റി. ഈ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും അവിടുത്തെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും അവിടുത്തെ സ്കില്ലും കാര്യങ്ങളും എല്ലാം ഇതായിക്കൊണ്ടുള്ള ഒരു സ്റ്റോക്ക്, ഒരു ഇൻവെൻട്രി നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യുന്ന അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഫസ്റ്റ് വരാനുള്ളത്. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്കെന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം. അത് പഠിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് കയറേണ്ടത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അസസ് ചെയ്യാണ് അവിടുത്തെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റീസ്, അവരുടെ പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റീസ് അത് എങ്ങനെയൊക്കെ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അത് അസസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആ ഒരു മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. എന്താണ് ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയീസ് ടു ബി ഇൻവെൻറ്റഡ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു എടുക്കുന്ന എംപ്ലോയീസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ ഭാഗത്തുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണ് നമുക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളുള്ളത് അല്ലെങ്കിൽ ഏതിലാണ് ഇനി നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള അതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കണം. അതിൽ തന്നെ എന്ത് ചെയ്യണം, ആരൊക്കെ ഉൾപ്പെടുത്തണം ആരൊക്കെ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയീസ് ടു ബി ഇൻവെൻറ്റഡിൽ നമ്മൾ എന്ത് ചെയ്യും വരും. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ മാൻ പവർ ഇൻവെൻട്രി നമ്മൾ പ്രിപ്പയർ ആക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യമാണ് ഇത്. ദെൻ നെക്സ്റ്റ് കാറ്റലോഗിങ് ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ഈച്ച് എംപ്ലോയി. ഇവിടെ എന്താ വെച്ചാൽ ഓരോ എംപ്ലോയിയുടെയും എന്താണ് നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കറക്റ്റായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ശരിക്കും നമ്മൾ കളക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പലരും പല സാഹചര്യങ്ങളിൽ വരുന്ന ആളുകളാവാം, പല രീതിയിലുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ വരുന്ന
വരുന്ന ആളുകളാവാം. അപ്പോൾ എന്താണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ശരിക്കും നമ്മളത് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കമ്പനിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ആളുകളും ഒരേ മെൻറ്റാലിറ്റിയോടുകൂടി വർക്ക് ചെയ്യണം. കാരണം വെച്ചാൽ പല സിറ്റുവേഷനിൽ വന്നുകൊണ്ട് ആളുകൾ എന്താണ് പല മെൻറ്റാലിറ്റിയോടുകൂടി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ കമ്പനിയുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ ഗോളാണ്. ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഒരേ മനസ്സോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആളുകളുടെ ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെയൊക്കെ അഡീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആളുകളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ എന്ത് ചെയ്യണം, അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അടുത്ത നെക്സ്റ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ തേർഡായിട്ട് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ഈച്ച് എംപ്ലോയീസ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചിട്ടയോട് കൂടിയുള്ള ഒരു അപ്രൈസൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് തേർഡ് പോയിന്റിൽ വരാനുള്ളത്. ദെൻ ലാസ്റ്റ് ലിസ്റ്റിംഗ് ദി പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഓരോ എംപ്ലോയിയുടെയും അവരുടെ നിലവിലുള്ള കഴിവുകൾ, അവരുടെ പൊട്ടൻഷ്യൽ, ലിസ്റ്റിംഗ് ദി പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ എന്താണ് നിലവിലുള്ള അവരുടെ എബിലിറ്റിയും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പലരും പല കഴിവുകളുള്ള ആളുകളാവാം. അപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ എന്താണ് ഓരോ വ്യത്യസ്തമായ കഴിവുകളുള്ള പലരും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇതൊക്കെ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് എവിടെയാണോ ഷോർട്ടേജ് കാര്യങ്ങളുള്ളത് ആ ഏരിയയിലേക്ക് നമുക്ക് നികത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, നമുക്കൊരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ചുള്ള. അപ്പോൾ ഇതാണ് ഇത്രയും ഈ ഒരു 4 പോയിന്റ്സുകളാണ് ശരിക്കും എന്ത് നമ്മൾ ഈ ഒരു ഇൻവെൻട്രി പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് ആദ്യം അവിടുത്തെ ആളുകളുടെ സ്റ്റോക്ക് കിട്ടണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൽ വരുന്നത്. അതാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി എന്നുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലൂടെ പറയുന്നത്. സെക്കൻഡായിട്ട് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻകൂട്ടി കാണുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആളുകളെ നമ്മളെ കമ്പനിയിലേക്ക് ഇനി ആവശ്യമുണ്ടാകും എന്നുള്ള കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി കാണുക. ഭാവിയിൽ നമ്മുടെ കമ്പനിയിലേക്ക് എത്ര ആളുകളെ വേണം, അപ്പം അതെന്തിൻ്റെ കേസിലാവും, അതാണ് ഇവിടെ പറയുന്നത്. HR റിക്വയർമെൻറ്റ്സ് ആർ ഫോർകാസ്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ് ബഡ്ജറ്റ്, വർക്ക് ലോഡ് അനാലിസിസ്, ലേബർ ടേൺ ഓവർ, ട്രാൻസ്ഫർ, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ എക്സെട്ര. ഇവിടെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ ഭാവിയിൽ വരാനുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് എത്ര ആളുകൾ ആവശ്യമുണ്ട്, എത്ര ജോലിക്കാർ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ അതെന്തിൻ്റെ കേസിലൊക്കെ ആവാം, ഒന്ന് പ്രൊഡക്ഷൻ്റെ കേസിൽ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ടാകും. കാരണം ചില ഏതെങ്കിലും സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ആ ഒരു മാസത്തേക്ക് ചിലപ്പോൾ കൂടുതൽ എംപ്ലോയീസിനെ വേണ്ടി വരും. അപ്പോൾ അഡീഷണൽ എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് കണ്ടെത്തണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇവിടുത്തെ ഇൻവെൻട്രി, ആദ്യം ഇവിടുത്തെ മാൻ പവർ ഇൻവെൻട്രി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടുത്ത നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. എന്ത് അത്രയും ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യുക. അതാണ് ഫസ്റ്റ് അതിൽ പറഞ്ഞ പ്രൊഡക്ഷൻ. ദെൻ സെയിൽസ് ബഡ്ജറ്റ്, നമ്മൾ ആ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ എത്ര സെയിൽ ചെയ്യേണ്ട ഒരു കേസ് വരും. അപ്പോൾ ആ സെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് അഡീഷണലായിട്ട് സ്റ്റാഫുകൾ ആവശ്യമുണ്ടാവും. ദെൻ വർക്ക് ലോഡ് അനാലിസിസ്, നമുക്ക് ഓവറായിട്ട് വർക്ക് ലോഡ് ചിലപ്പോൾ വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മുടെ എന്താണ് ഒരു സീസണാണ്, അടുത്തൊരു മഴക്കാലം വരുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പ്രത്യേക കച്ചവടം നടക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തെ ചിലപ്പോൾ ആ ഒരു മാസത്തേക്ക് ചിലപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടി വരും. ആ പ്രൊഡക്ഷൻ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമുണ്ടാവും. നോർമലി നമ്മളെ കമ്പനിയിൽ ഒരു 10 സ്റ്റാഫ് നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സീസൺ ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു 15 സ്റ്റാഫിന് നമുക്ക് വെക്കേണ്ടി വരും. പക്ഷെ അതെന്നും വേണ്ടി വരില്ല, ആ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് ആളുകളെ നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു സമയത്തേക്ക് എത്ര ആവശ്യമുണ്ട് നമ്മളെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫേമിലേക്ക്, അതിലേക്ക് ഇത്ര ആളുകളെ നമുക്ക് ആ ഒരു സമയത്തേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കാണുക. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഒന്ന് പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ ദെൻ സെയിൽസ് ബഡ്ജറ്റിൻ്റെ കേസിൽ ദെൻ വർക്ക് ലോഡിൻ്റെ കേസിലാണെങ്കിൽ പിന്നെ വേറെ പറഞ്ഞാൽ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ലേബേഴ്സ് എന്ത് ചെയ്യും, ചിലപ്പോൾ കൊഴിഞ്ഞു പോക്കുണ്ടാവും. അപ്പോൾ ആ കൊഴിഞ്ഞു പോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സമയത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ കൊളാവും. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ, ദെൻ റിട്ടയർമെൻറ്റ്, ദെൻ പ്രൊമോഷന്. ചിലപ്പോൾ ട്രാൻസ്ഫർ വന്ന് പോകുന്ന പലരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോയ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ദെൻ റിട്ടയർമെൻറ്റ്, ഒരാൾ ചിലപ്പോൾ അടുത്ത വർഷം റിട്ടയർ ആവുകയാണ്, പക്ഷേ അപ്പോൾ അതിന്
ആ ഒരു റിട്ടയർ ആവുന്ന പോസ്റ്റിലേക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു വർഷമേ ഒരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മുൻകൂട്ടി കണ്ടു വെക്കേണ്ടി വരും. ദെൻ പ്രൊമോഷൻ, എന്തെങ്കിലും രീതിയിൽ പ്രൊമോഷൻ സംഭവിച്ചുകൊണ്ട് ആളുകൾ പ്രൊമോഷൻ കിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, വേറെ പോസ്റ്റിലേക്ക് പോകുമ്പം ആ ഒരു സമയത്തും എന്ത് ചെയ്യേണ്ടി വരും, അയാൾ പ്രൊമോഷൻ ഏത് പോസ്റ്റിൽ നിന്നാണോ പോയത് ആ പോസ്റ്റിലേക്ക് ചിലപ്പോൾ നമുക്ക് വേറൊരാളെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി കാണണം, മുൻകൂട്ടി കാണുക. ആ മുൻകൂട്ടി കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്. എത്ര മാൻ പവർ നീഡ് ഉണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി നമ്മൾ കാണുക. അതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് പറയുന്നത്. തേർഡ്, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്. നമ്മൾ എന്ത് ചെയ്യുക, മാൻ പവർ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത ആ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ട് രൂപത്തിലേക്ക് മാറ്റുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ പ്ലാനർ പ്രിപ്പയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട് ടു പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. നമ്മളിപ്പോൾ നമ്മൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത മീൻസ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആളുകളുടെ ഇൻവെൻട്രി, നമ്മൾ എംപ്ലോയീസിൻ്റെ ഇൻവെൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്തു, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ സെക്കൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മാൻ പവർ നീഡ്സ് ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു. ഇതിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒരു ചാർട്ട് രൂപത്തിലേക്ക് മാറ്റുകയാണ്. കാരണം വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് ചാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രിപ്പയർ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ദ പ്ലാനർ പ്രിപ്പയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട് എന്ത് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം. എന്താണ്, ടു പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. എന്താണ്, വ്യത്യസ്തപരമായിട്ടുള്ള മാൻ പവർ റിക്വയർമെൻറ്റ്സിന് എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വ്യത്യസ്ത തരത്തിലുള്ള ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ദ ചാർട്ട് ഷോസ് ഹൂ വിൽ ബി പ്രൊമോട്ടഡ്, നമ്പർ ഓഫ് വാക്കൻസീസ്, റിട്ടയർമെൻറ്റ് ഏജ്, നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ. ഇവിടെ ആ ഒരു ചാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. എന്തെല്ലാം കാര്യങ്ങളാണ്, എവിടേക്ക് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ആളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദെൻ എത്ര വാക്കൻസികൾ നിലവിലുണ്ട്. ദെൻ ആരാണ് ഇവിടെ ഏതൊക്കെ റിട്ടയർമെൻറ്റ് ഇവിടെ വരാനുണ്ട്, ആരൊക്കെ റിട്ടയർ ആവുന്നുണ്ട്, അവരുടെ ഏജ്. ദെൻ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ, എത്ര ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, എത്ര പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ആ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ചാർട്ട് പ്രിപ്പയർ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ ആരൊക്കെ ആവശ്യമുണ്ട്, ആരൊക്കെ ആവശ്യമില്ല, അല്ലെങ്കിൽ അഡീഷണലായിട്ട് ആരൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ കറക്റ്റ് ചാർട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലാനിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ തേർഡ് സ്റ്റേജിലൂടെ പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്. വ്യത്യസ്ത മാൻ പവർ നീഡ്സിനെ നമ്മൾ കാണിച്ചുകൊണ്ട് വ്യത്യസ്ത ചാർട്ടുകൾ തയ്യാറാക്കുക. അപ്പോൾ ആ ചാർട്ടിലൂടെ നമുക്ക് വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ, എവിടെയൊക്കെ ആളുകൾ കുറവുണ്ട്, എവിടെയൊക്കെ ആളുകൾ കൂടുതലുണ്ട്, അവിടുത്തെ കറക്റ്റ് വാക്കൻസി ഏതൊക്കെയാണ്, അവിടുത്തെ നോർമൽ ഇനി എന്താണ്, ആരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ആർക്കാണ് നമ്മൾ അവിടെ ആരാണ് ഇനി റിട്ടയർ ആവാൻ പോകുന്നത്, അവിടുത്തെ ആളുകളുടെ വയസ്സ് കാര്യങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന മെൻ ആൻഡ് വുമൺ അവരുടെ ഒരു ലിസ്റ്റ് എന്നീ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ തേർഡ് സ്റ്റേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ്, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്. നമ്മളെന്ത് ചെയ്തു, നമ്മളെ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്തു, നമുക്ക് കറക്റ്റ് ചാർട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേജ് എന്താണ്, നമ്മൾ അതിനുള്ള ഒരു പ്ലാന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഈ ഒരു നാലാമത്തെ സ്റ്റേജിൽ പറയുന്നത് വെച്ചാൽ, അതിൽ പറയുന്നത് മാൻ പവർ പ്ലാൻ ആർ ടു ബി പ്രിപ്പയർഡ് ഫോർ ഷോർട്ട് ടേം ഓർ ലോങ് ടേം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എന്താണ്, ലോങ് ടേമും ഷോർട്ട് ടേമും പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ടൈപ്സ് പറഞ്ഞില്ലോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ചാർട്ട് പ്രകാരം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് പറഞ്ഞത്, മാൻ പവർ പ്ലാൻ ആർ ടു ബി പ്രിപ്പയർഡ് ഫോർ ഷോർട്ട് ടേം ഓർ ലോങ് ടേം ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു മാൻ പവർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണ്. അതിൽ പറയാം, ഷോർട്ട് ടേം പ്ലാൻ ടേക്ക് കെയർ ഓഫ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ്. നമ്മളെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മളെന്താണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക്, പെട്ടെന്ന് ഇപ്പം ഒരാൾക്ക് എന്താണ് അസുഖമായിട്ട് ലീവായി കഴിഞ്ഞാൽ ആ സമയത്തേക്ക് നമ്മൾ അലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാൻ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഷോർട്ട് ടൈം, ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണല്ലോ അവിടെ. അപ്പോൾ അതാണ് ഈ ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. ലോങ് ടേം പ്ലാൻസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് ചേഞ്ച്. നമ്മളെന്താണ് ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ആ ഒരു മാസം അയാൾ റിട്ടയർഡ് ആവും, അല്ലെങ്കിൽ ആ ഒരു വർഷം അയാൾ റിട്ടയർ ആവും, അല്ലെങ്കിൽ ആ ഒരു വർഷം അയാൾക്ക് എന്താണ് ആ ഒരു അടുത്ത മാസം അയാൾക്ക് പ്രൊമോഷൻ കിട്ടും എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുമ്പം അയാൾക്ക് കറക്റ്റായിട്ട് നമ്മൾ അയാളെ വളരെ നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ലോങ് ടേമും ഷോർട്ട് ടൈമും തമ്മിലുള്ള മാറ്റം. എന്താണ് നമ്മളൊന്ന് പറഞ്ഞത് മാത്രം. ഇൻ ബിസിനസ് എൻവയർമെൻറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ്
ക്വാളിഫൈഡ് പേഴ്സണൽ. നമ്മളതിന് ഈ ലോങ് ടേം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആളുകളുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നോക്കിയിട്ടാവും എന്ത് ചെയ്യുക, ഒരു ആളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു 4th സ്റ്റേജിൽ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻ. നമ്മളെന്ത് ചെയ്യുക, മാൻ പവർ പ്ലാനിനെ നമ്മളെന്ത് ചെയ്യാണ്, ഒരു കറക്റ്റായിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ 2-3 സ്റ്റേജുകളിലും നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റ് ഔട്ട് തയ്യാറാക്കിയില്ല അവരെ, അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ദെൻ അടുത്തത് എന്ത് ചെയ്തു, നമ്മളൊരു ചാർട്ട് തയ്യാറാക്കി. ആ ചാർട്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാൻ പവർ പ്ലാൻ തയ്യാറാക്കുന്നത്. മാൻ പവർ പ്ലാൻ തയ്യാറാക്കുന്നതിന് 2 ടൈപ്പിലാണ് നമ്മൾ പ്ലാൻ തയ്യാറാക്കുക. ഒന്ന് ലോങ് ടേം ആയിട്ടും ഒന്ന് ഷോർട്ട് ടേം ആയിട്ടും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സും. ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത എക്സ്പെക്ട് ചെയ്ത ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സിനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാൻ പവർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ദെൻ 5th ലാസ്റ്റ് വൺ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തു, ആളുകളെ നമ്മൾ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, അതിനാവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുക, അവർക്കുള്ള സെലക്ഷൻ, അവരുടെ പ്ലേസ്മെൻറ്റ്, അവർക്കുള്ള പെർഫോമൻസ് അപ്രൈസൽ, ദെൻ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഈ ഒരു സ്റ്റേജാണ് ലാസ്റ്റ് വരാനുള്ളത്, എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ വരാനുള്ളത്. ഇവിടെ പറയുന്നത് വെച്ചാൽ ദിസ് ഇൻക്ലൂഡ് സ്റ്റെപ്സ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ആളുകളെ ആവശ്യം എവിടെയാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചാർട്ടൊക്കെ നമ്മൾ തയ്യാറാക്കിയ ചാർട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലാൻ, ഒരു മാൻ പവർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ആ ഒരു ട്രാൻസ്ഫർ ആകുന്ന പോസ്റ്റിലേക്ക് ഒരാളെ വെക്കണം. അപ്പം അതിനുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, റിക്രൂട്ട്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ അതിനുള്ള എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള മാൻ പവർ സെലക്ഷൻ നടത്തുക, ദെൻ പ്ലേസ്മെൻറ്റ് നടത്തുക, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ, ദെൻ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സംഭവമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാസ്റ്റ് 5th സ്റ്റേജിലൂടെ നമ്മൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മളെന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ ഓരോ ഓർഗനൈസേഷൻ്റെ കേസിലും ഈ ഒരു കാര്യങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തുന്ന സമയത്ത് ശരിക്കും ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഏത് ഏരിയയിലാണ് നമ്മൾ ആളെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ആ മാൻ പവർ നോർമലി അവിടുത്തെ എല്ലാ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഏതെല്ലാം ഭാഗത്താണ് അവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗത്തേക്കാണ് ആളുകൾ ആവശ്യമുള്ളത് എന്നുള്ള ഭാഗം നമ്മൾ കണ്ടെത്തി ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനകത്തുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അവരുടെ ആ ഒരു ജോബിൻ്റെ ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് ചാർട്ടുകളാക്കി നമ്മൾ എന്ത് ചെയ്തു, അതിനെ ആദ്യം ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ചാർട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ആളുകളെ നമ്മൾ എന്ത് ചെയ്തു, ഫോർകാസ്റ്റ് ചെയ്തു. ഏതൊക്കെ റിക്വയർമെൻറ്റ്സിലാണ് നമ്മൾ ആവശ്യമുള്ളതെന്നുള്ള ലെവൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനുള്ള അവർക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റേജിലൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, മാൻ പവർ പ്ലാനിങ് പ്രോസസ് എന്നോ അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് സ്റ്റേജസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവുക. അപ്പം ഇനി ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു.